നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോയായിരുന്നു അവരെ പരാജയപ്പെടുത്തിയത്. 1-2 ഗോളുകൾക്കാണ് ബാഴ്സലോണയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എറിക് ഗാർഷ്യ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് FC ബാഴ്സലോണയെ തോൽവിയിലേക്ക് തള്ളിയിട്ടത്. ശരിക്കും അത് ബാഴ്സ ഗോൾ കീപ്പറായ ടെർ സ്റ്റീഗൻ്റെ ഒരു പിഴവാണ്. ഇരുവശങ്ങളിലും 2 ബാഴ്സലോണ ഡിഫൻഡർമാർ ഫ്രീ ആയി നിൽക്കുന്ന ഒരു സമയത്ത് ടൈറ്റ് പൊസിഷനിൽ ഉള്ള എറിക് ഗാർഷ്യയിലേക്ക് പാസ് ചെയ്യുകയാണ് ടെർ സ്റ്റീഗൻ ചെയ്തിട്ടുള്ളത്. അത് തികച്ചും ഒരു തെറ്റായ തീരുമാനമായിരുന്നു. എന്നാൽ മിസ്റ്റേക്ക് 2 പേരുടെയുമാണ് എന്നാണ് മത്സരശേഷം ടെർ സ്റ്റീഗൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആ സമയത്ത് എറിക്കുമായി നടത്തിയ ആശയവിനിമയത്തിൽ ഒരു തടസ്സം നേരിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. 80 മിനിറ്റോളം 10 പേരുമായി കളിക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഫുട്ബോളിൽ സംഭവിക്കുന്നതാണ്. ഇതാണ് FC ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബാഴ്സലോണ ആരാധകർ കടുത്ത പ്രതിഷേധങ്ങളിലാണ്. വലിയ ഒരു പ്രതിഷേധമാണ് ഈ ഗോൾ കീപ്പർക്കെതിരെ അവർ നടത്തുന്നത്. അത് പൂർണ്ണമായും ഗോൾ കീപ്പറുടെ മാത്രം തെറ്റാണ് എന്നാണ് പലരും ആരോപിക്കുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഫുട്ബോൾ നിരീക്ഷകനുമായ ജോൺ ഫോൻഡസ് ഇക്കാര്യത്തിൽ ടെർ സ്റ്റീഗനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി പ്രതി ചേർക്കാൻ ടെർ സ്റ്റീഗൻ മിടുക്കനാണ് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഫോൻഡസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സംഭവിച്ചത് 2 പേരുടെയും തെറ്റാണ് എന്നാണ് ടെർ സ്റ്റീഗൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ടെർ സ്റ്റീഗൻ്റെ മാത്രം പിഴവാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം പിഴവായിക്കൊണ്ടാണ് നമുക്കത് പരിഗണിക്കാൻ കഴിയുക. മറ്റൊരാളെ അതിൽ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഫോൻഡസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബാഴ്സ ആരാധകരിൽ നിന്നും സമീപകാലത്ത് വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരുന്ന താരമാണ് ടെർ സ്റ്റീഗൻ. അദ്ദേഹത്തിൻ്റെ പിഴവുകൾ കാരണം പലപ്പോഴും FC ബാഴ്സലോണയ്ക്ക് മത്സരങ്ങളിൽ തിരിച്ചടി സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തെ പുറത്താക്കണം എന്ന ആവശ്യം ആരാധകർ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.